അപ്പോൾ അതിനകത്ത് ഒരു ചെയർപേഴ്സൺ അംഗങ്ങളുണ്ട്. നിങ്ങളാരെങ്കിലും ഈ ജില്ലയിലുള്ളവർ പോയിട്ടുണ്ടോ? വേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ലാതെ നന്നായി നിങ്ങൾ തന്നെ നിയമം കൃത്യമായി ഉപയോഗിക്കണ്ടേ? എന്ത് തരം ന്യായീകരണം ഉണ്ടായാലും കുഞ്ഞുങ്ങളെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് ഡയറക്ടർ ഹാരിസ്, അദ്ദേഹമാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഫെബ്രുവരി 14 ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലൊന്ന് പങ്കെടുക്കാൻ പറ്റുമോ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് എന്നെ മാഡം വിളിക്കുകയും ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇങ്ങനെ സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ പ്രണയ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്ത അവരുടെ സംഘാടകരോട് ആദ്യം അഭിനന്ദിക്കുന്നു. ഇങ്ങനെ വിജയത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുന്ന, തൊഴിൽ പഠിപ്പിക്കുന്ന, തൊഴിൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണെന്നാണ് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇങ്ങനൊരു സംഘടന ഉണ്ടായി ഇതുവഴി ഒരുപാട് പേർക്ക് ഇങ്ങനെ പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിവിടെ നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും എല്ലാവരും ഒരു കലാകാരന്മാരുണ്ട്. അപ്പൊ എല്ലാവരുടെ കലാവാസനയും പ്രകടിപ്പിക്കുന്ന ഒരു സദസ്സ് കൂടിയാണിത്. നിങ്ങളുടെ ഈ കലാപരിപാടികൾക്കും എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാനായിട്ട് പ്രിയ മിമിക്രി കലാകാരൻ ഷൈജു കൂടിയുണ്ട്. ഷൈജു നിങ്ങൾ ഒരുപാട് ആനന്ദിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിജയാശംസകൾ നേരുന്നു. ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ. വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന EWCDF എന്ന സംഘടന കൊച്ചിയിലെ പരിപാടിയിൽ വെച്ച് സാമൂഹിക പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും യൂട്യൂബറുമായ ശ്രീ മഹേഷ് വടക്കാഞ്ചേരിയെ ആദരിച്ചു. പരിപാടി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. അഭിനേതാവും നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ശ്രീ ബാദുഷയാണ് ശ്രീ മഹേഷ് വടക്കാഞ്ചേരിക്ക് ആദരവ് നൽകിയത്. കാണാം ആ കാഴ്ചകൾ. പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഒരിക്കൽ കൂടി അറിയിച്ച് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന, പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനം ക്ഷണിക്കുകയാണ്. അത് കൊടുക്കുന്നതിന് സ്ഥാനം ക്ഷണിക്കുകയാണ്. അത് വാങ്ങുന്നതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ആദരവ് നൽകുന്നത് മഹേഷ് സാറിനെയാണ് നമ്മൾ ക്ഷണിച്ചുകൊണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞ ആദ്യമേ തന്നെ പറഞ്ഞു, കുറച്ച് അമ്മമാര് അനാഥാലയം നടത്തുന്നത്. അടുത്തായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട മഹേഷ് വടക്കാഞ്ചേരി സാറിനെ ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ച
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം. കാരണം എന്റെ ഈ 30 വർഷത്തോളമായി ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷിയുള്ള ഈ സഹോദരി സഹോദരന്മാരുടെ അവസ്ഥകൾ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം എപ്പോഴും അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്ന അവരുടെ മാതാപിതാക്കളാണ്. നമ്മളിവിടെ കാണാറുണ്ട് ആ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് ഓരോ രംഗത്തും കൊണ്ടുവന്ന് അവരെ മാതൃകയാക്കാൻ വേണ്ടി രാപകൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കി വരുന്നതൊക്കെ നമ്മുടെ കാഴ്ചകളാണ്. ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരെ സംരക്ഷിക്കുന്നത് കൊണ്ട് എനിക്കറിയാം അവരുടെ മറ്റ് വിഷമങ്ങളൊക്കെ. എങ്കിൽ തന്നെ കൂടുതൽ ഞാൻ അങ്ങോട്ട് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ പരിപാടിയിൽ എത്തിപ്പെട്ട് നിങ്ങളെ എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് തന്നെ ഈ ആദരവും അതുപോലെ ഇവിടെ ഇതിനുവേണ്ടി എല്ലാം സഹായിക്കുന്ന നമ്മുടെ ചേച്ചികളും എല്ലാവരോടും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.